അടുത്ത ഇലക്ഷനിൽ UDFൻ്റെ കൂടെ അൻവർ ഉണ്ടാവും. അതെങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് നിങ്ങൾക്ക് അതുവരെ നിങ്ങളുടെ സംശയം തോന്നുന്നു നിങ്ങൾക്ക് പറയാം. ഏതായാലും അൻവർ അടുത്ത ഇലക്ഷനിൽ UDFൻ്റെ കൂടെയുണ്ട്. അത് മാത്രം ഉറപ്പിച്ച് പറയാം. അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ, നിലമ്പൂർ ഇലക്ഷൻ, അതുപോലെ തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷൻ. നിലമ്പൂർ ഇലക്ഷൻ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ നടത്താതിരിക്കാനാണ് രണ്ടു കൂട്ടരും നോക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരു MLA വന്നാൽ എത്ര കാലം പ്രവർത്തിക്കാൻ പറ്റും? 10 മാസം തയ്ച്ച് കിട്ടില്ല. മാത്രമല്ല അടുത്ത മാസം തൊട്ട് മഴ തുടങ്ങുക, ജൂൺ മാസം തൊട്ട് മഴക്കാലം തുടങ്ങുക. അപ്പോൾ ഈ മാസം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈ ഇലക്ഷന് സാധ്യതയില്ല. രണ്ടു പേർക്ക് അക്കാര്യത്തിൽ ഇലക്ഷൻ നടത്താൻ താല്പര്യമില്ല. കേന്ദ്രത്തിനാണെങ്കിൽ BJPക്ക് ഒട്ടും വോട്ടില്ലാത്തൊരു സ്ഥലമാണ്. മറച്ചു കൊടുത്താൽ പോലും അവർക്ക് രക്ഷയില്ല. CPMനാണെങ്കിൽ ഒരു 10-25,000 വോട്ടിന് UDF ജയിച്ചാൽ പിന്നെ ഇപ്പോൾ പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും നാളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വരും. അപ്പോൾ രണ്ടു കൂട്ടരുടെയും താല്പര്യം ഇലക്ഷൻ വേണ്ടെന്നാണ്. അതനുസരിച്ച് ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യം പറയാമല്ലോ. കാശ്മീരിലിപ്പോൾ അവിടെയൊക്കെ ടൂറിസ്റ്റുകൾ വീണ്ടും വരാൻ തുടങ്ങി. പക്ഷേ ഇന്ത്യ ഇങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു കാര്യം പറയേണ്ടത്, യുദ്ധം ഉണ്ടായാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കും. പക്ഷേ ആ പഹൽഗാമിൽ നമ്മൾ 26 സഹോദരങ്ങളെ കൊന്ന ഒരു തീവ്രവാദിയെപ്പോലും പിടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുക. അതൊക്കെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രതിപക്ഷമൊന്നുമില്ല, ഇന്ത്യ രാജ്യമാണ്. പക്ഷേ അങ്ങനെ യുദ്ധം ഉണ്ടാവും എന്ന് പറയുമ്പോഴും 26 പേരെ കൊന്ന ഒരു തീവ്രവാദിയെപ്പോലും പിടിക്കാനോ വധിക്കാനോ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല.